ദേശാഭിമാനി മുഖപ്രസംഗം 2023 ഡിസംബർ 7. ജനാധിപത്യത്തിന് നവോന്മേഷമായി നവകേരള സദസ്. ജനാധിപത്യ കേരളത്തിന് നവോന്മേഷവും നല്ല പ്രതീക്ഷയും പകർന്ന് നവകേരള സദസ് 7 ജില്ലകളിലെ 73 നിയമസഭാ മണ്ഡലങ്ങളിൽ പൂർത്തിയായി. പ്രതിപക്ഷത്തിന്റെ ദോഷീക ദൃക്കുകളുടെ മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്നതായി ജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണ. സാമൂഹിക നീതിയും സുസ്ഥിര വികസനവും അടിത്തറയിടുന്ന പുതിയൊരു കേരളം എന്ന LDF സർക്കാരിന്റെ വാഗ്ദാനം ജനഹൃദയങ്ങളെ എത്രമേൽ സ്വാധീനിച്ചു എന്നതിന് തെളിവായി നവകേരള സദസ്സുകളിലെ അഭൂതപൂർവമായ ജനപങ്കാളിത്തം. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഭരണനിർവഹണ പ്രക്രിയയിൽ സമസ്ത ജനവിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കപ്പെടണം എന്ന അടിസ്ഥാന കാഴ്ചപ്പാടിനോടുള്ള പ്രതികരണമായി പ്രഭാത സദസ്സുകളിലെ ക്രിയാത്മക സംവാദങ്ങൾ. എല്ലാറ്റിനുമുപരിയായി എല്ലാവരിലും സർക്കാരിൻ്റെ കരുതലുണ്ട് എന്നതിനാൽ പരിഹരിക്കപ്പെടും എന്ന ഉറപ്പോടെ പരാതികളും ആവലാതികളും അറിയിക്കാനെത്തിയ ആയിരങ്ങൾ. ജനാധിപത്യ കേരളത്തിൻ്റെ ചരിത്രത്തിലെ നിർണായകമായൊരു വഴിത്തിരിവാകുകയാണ് 2ാം പിണറായി സർക്കാരിൻ്റെ നവകേരള സദസ്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രോഗ്രസ് കാർഡിലൂടെ ജനാധിപത്യപരമായ ഇടപെടലിന് പുതുമാനങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോൾ നവകേരള സദസ്സിലൂടെ മറ്റൊരു കാൽവയ്പ് നടത്തുകയാണ് LDF സർക്കാർ. നവീന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും രൂപപ്പെടുത്തി പുതിയൊരു കേരള മാതൃക എന്ന അടിസ്ഥാന ലക്ഷ്യം മുൻനിർത്തി ജനങ്ങൾക്കും ഭരണനിർവഹണത്തിനുമിടയിൽ സക്രിയമായൊരു പാരസ്പര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ഉദാത്തമായ ഉദ്ദേശത്തോടെയാണ് സദസ്സ് വിഭാവനം ചെയ്യപ്പെട്ടത്. എന്തിനും ഏതിനും തലസ്ഥാനത്തേക്ക് ഓടേണ്ടി വരുന്ന സാധാരണ ജനങ്ങളിലേക്ക് ഭരണനിർവഹണ സംവിധാനം ഇറങ്ങിച്ചെല്ലുക എന്നത് തന്നെയാണ് അതിൻ്റെ ആദ്യപടി. ഈ അസാധാരണ ചുവടുമാറ്റത്തെ കക്ഷി രാഷ്ട്രീയമായി കണ്ട് അവഹേളിച്ച പ്രതിപക്ഷത്തിനും അവഗണിച്ച് നിസ്സാരവൽക്കരിച്ച മാധ്യമങ്ങൾക്കും അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി പ്രതികരിച്ച ജനങ്ങളുടെ തിരിച്ചറിവ് തിരിച്ചടിയായി. നവംബർ 18 കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുതൽ ഇന്നലെ വൈകിട്ട് തൃശൂർ ജില്ലയിലെ പുതുക്കാട് മണ്ഡലത്തിൽ വരെ കേരളം കണ്ടത് ഭരണനിർവഹണത്തിൻ്റെ ജനകീയവൽക്കരണമായിരുന്നു. വ്യക്തമായ ആസൂത്രണത്തോടെ കൂട്ടായ പരിശ്രമത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയ നവകേരള സദസ്സിൻ്റെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന ജനസമ്പർക്ക പരിപാടിയുമായി താരതമ്യപ്പെടുത്തി കൊച്ചാക്കാനുള്ള ശ്രമത്തിനും തിരിച്ചടി കിട്ടി. ലഭിച്ച ഓരോ പരാതിയും റെക്കോർഡ് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് തുടർ നടപടികൾക്കുള്ള മാർഗനിർദ്ദേശം കൃത്യമായി പാലിക്കപ്പെടുന്നു. കേവലം ആനുകൂല്യ വിതരണമല്ല നവകേരള സദസ്സിൽ നടക്കുന്നത്, മറിച്ച് ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അടിമുടി പരിഷ്കരിക്കുന്നതിനുള്ള നടപടികളാണ്. അതുവഴി നവകേരളത്തിൻ്റെ സൃഷ്ടിക്കുള്ള അടിത്തറയാണ് കെട്ടിപ്പൊക്കുന്നത്. കേരള സമൂഹത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാകുകയാണ് പ്രഭാതങ്ങളിലെ ബഹുജന മണ്ഡലം സദസ്സുകൾ. ആദിവാസി ദളിത് ജനസമൂഹങ്ങളുടെ പ്രതിനിധികൾ, കർഷകർ, തൊഴിലാളികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലന്വേഷികൾ, സംരംഭകർ, വിവിധ വിഷയങ്ങളിൽ വൈദഗ്ധ്യമുള്ളവർ തുടങ്ങി സമൂഹത്തിലെ എല്ലാവരും പങ്കെടുക്കുന്ന സംവാദങ്ങൾ അതിനാൽ തന്നെ രചനാത്മകവും ചലനാത്മകവുമാണ്. ഇവിടെ ഉയരുന്ന ഓരോ നിർദ്ദേശവും പുതു കേരളത്തിലേക്കുള്ള വഴികാട്ടികളാണ്. തൃശ്ശൂരിലെ നവകേരള സദസ്സ് പ്രഭാതവേദിയിൽ ഒളകര ആദിവാസി കോളനിയിലെ 44 കുടുംബങ്ങൾക്ക് സ്വന്തം ഭൂമി എന്ന സ്വപ്നം സഫലമാകുന്നുവെന്ന സദ്വാർത്ത അവരെ പ്രതിനിധീകരിച്ച ഊരുമൂപ്പത്തി മാധവിക്ക് ലഭിച്ചു. ആദിവാസികൾക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക്, അവശത അനുഭവിക്കുന്നവർക്ക് ഒപ്പമുണ്ട് സർക്കാർ എന്ന ഉറപ്പ് നേരിട്ട് ലഭിച്ചിരിക്കുന്നു. അതാണ് നവകേരള സദസ്സ് കൊണ്ടുവന്ന ഗുണപരമായ മാറ്റം. ഭരണത്തിൻ്റെ സ്വാദ് അവർ രുചിക്കുന്നു. അതവർക്ക് നിലനിൽപ്പിനുള്ള ഊർജം നൽകിയിരിക്കുന്നു. ലോക ജനാധിപത്യം പൊതുവെയും ഇന്ത്യൻ ജനാധിപത്യം പ്രത്യേകിച്ചും കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സമകാലിക സാഹചര്യത്തിൽ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കുന്നതിനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങളെ ലോകം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. അധികാര വികേന്ദ്രീകരണവും ജനകീയാസൂത്രണവും സ്ത്രീ ശാക്തീകരണവും സാമൂഹിക ക്ഷേമ പദ്ധതികളും പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും പൊതുജനാരോഗ്യ മേഖലയുടെയും ആധുനികവൽക്കരണവും കേരള സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയെയും നവീകരണത്തിൻ്റെ പാതയിലെത്തിച്ചു. കേരള മാതൃകയിൽ ഊന്നി നിന്ന് രാജ്യത്തിനും ലോകത്തിനാകെയും മാതൃകയാകുന്ന പുതിയ കേരളത്തിൻ്റെ രൂപപ്പെടുത്തലിൽ ഭേദങ്ങളെല്ലാം വെടിഞ്ഞ് മലയാളി ആകെ അണിനിരക്കുന്നതായി സാക്ഷ്യപ്പെടുത്തുന്നു സദസ്സിൻ്റെ കഴിഞ്ഞ ദിനങ്ങൾ. ഡിസംബർ 23 തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ചലനം ഭാവി കേരളത്തിലേക്കുള്ള മുന്നേറ്റത്തിന് ഊർജമാകും.